Podcast is now starting. All attendees are in listen-only mode. السلام عليكم ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنزل القرآن هدى للناس وبينات من الهدى والفرقان. الذي نزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയുടെ സബ്സിഡിയറി പ്രൊജക്റ്റായ ദുറൂസുൽ ലുഗത്തുൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ മദീന അറബിക് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. യൂണിറ്റ് 16 അദ്ദർസു സാദിസ അശറ. ദർസു സാദിസ അശറ. ഈ ക്ലാസ് വായിച്ചതിന് ശേഷം നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം. കാരണം ഇതൊരു ചെറിയൊരു ക്ലാസ്സാണ്, ഒരു പാഠം. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ചെറിയൊരു സംഭാഷണമാണ്. അൽ മുദർരിസ് ടെക്സ്റ്റ് ബുക്ക് 92ാമത്തെ പേജാണ് വായിക്കുന്നത്. അൽ മുദർരിസ് ലിമൻ ഹാദിഹിൽ അഖ്ലാമു യാ മുഹമ്മദു. ലിമൻ ഹാദിഹിൽ അഖ്ലാമു യാ മുഹമ്മദ്. കലമിന്റെ ബഹുവചനമാണ് അഖ്ലാമുൻ. അപ്പോൾ ഏകവചനം ബഹുവചനത്തിന്റെ ഒരു ലിസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ അയച്ചു തന്നിരുന്നു. അത് നിങ്ങൾ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ അഖ്ലാമ് എന്താണ്? ബഹുവചനമാണ്. ലിമൻ ഹാദിഹിൽ അഖ്ലാമു ബഹുവചനമായതുകൊണ്ടും അതേപോലെ അത് ഗൈറു ആഖിൽ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്ത, ഗ്രഹിക്കാത്ത വസ്തുക്കൾ ആയതുകൊണ്ടും അതിനെ ഹാദിഹി ആണ് ഉപയോഗിക്കുന്നത്, ഹാദ അല്ല ഉപയോഗിക്കുന്നത്. അതേസമയം ഏകവചനം പറയുമ്പോൾ ഹാദ കലമുൻ, ബഹുവചനം പറയുമ്പോൾ ഹാദിഹി അഖ്ലാമുൻ. ബഹുവചനമാണ്, പക്ഷേ അതോടൊപ്പം ഉപയോഗിക്കുന്നത് എന്താണ്? സ്ത്രീലിംഗ ഏകവചനമാണ്. ഓക്കെ, അത് ഇത്തരം വാക്കുകൾ നമ്മൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ലിമൻ ഹാദിഹിൽ അഖ്ലാമു യാ മുഹമ്മദ്. മുഹമ്മദെ, ഈ പേനകൾ ആർക്കുള്ളതാണ്? അപ്പൊ ഹാദിഹിൽ അഖ്ലാമു എന്താ മറുപടി? ഹിയ ലീ യാ ഉസ്താദ്. മുഹമ്മദ് മറുപടി പറയാണ്, മുഹമ്മദ് ഹിയ ലീ യാ ഉസ്താദ്. ആ ഉസ്താദെ, അത് എന്റേതാണ്. ഹിയ ലീ. അപ്പൊ അതിന് ഹുവ എന്നല്ല പറഞ്ഞത്, ഹിയ എന്നാണ്. കാരണം എന്താണ്? അത് ബഹുവചനമാണ്, അതേപോലെ അത് ഗൈറു ആഖിലാണ്, ചിന്തിക്കാത്ത, ഗ്രഹിക്കാത്ത സംഗതികളാണ്. അതാണ് പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം.
ചിന്തിക്കാത്ത ഗ്രഹിക്കാത്ത സംഗതികൾക്ക് ബഹുവചനം വരുമ്പോൾ സ്ത്രീലിംഗ ഏകവചനമാണ് ഉപയോഗിക്കുന്നത്. ബഹുവചനമാണ്. അക്കലാം എന്നത് ബഹുവചനമാണ്. അതിനോടനുബന്ധമായി ഉപയോഗിക്കുന്ന പദം ഹാദിഹിയ, ഹിയ എന്നൊക്കെ പറയുമല്ലോ, അതിന് എന്ത് സർവനാമമാണ് ഉപയോഗിക്കുന്നത്? ആ പ്രൊനൗൺ സ്ത്രീലിംഗ ഏകവചനമായിരിക്കും. ഹിയ ലിയ ഉസ്താദ്, ഹിയ ജമീലത്തുൻ. അപ്പൊ ഉസ്താദ് എന്ന് പറഞ്ഞു, അൽ മുദർരിസ്. ഹിയ ജമീലത്തുൻ ജിദ്ദൻ, ഹിയ ജമീലത്തുൻ ജിദ്ദൻ. ഉസ്താദ് പറഞ്ഞു ഹിയ ജമീലത്തുൻ ജിദ്ദൻ, ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ജിദ്ദൻ എന്ന് പറഞ്ഞാൽ എ ലോട്ട് ഓഫ്, അല്ലെങ്കിൽ വെരി, വെരി ഓർ എ ലോട്ട് ഓഫ് എന്നാണ് ജിദ്ദൻ. വളരെയധികം ഭംഗിയുള്ളതാണ്. ഹിയ ജമീലത്തുൻ ജിദ്ദൻ. അപ്പോ അതിനെ വിശേഷിപ്പിക്കാൻ അതിനെ സൂചിപ്പിക്കാൻ പ്രോനൗണായ സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. അതേപോലെ അതിന്റെ വിശേഷണം പറയാൻ എന്ത് ചെയ്തു? സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. ജമീലത്തുൻ. ഹുവ ആയിരുന്നെങ്കിൽ എന്ത് പറയുക? ഹുവ ആയിരുന്നെങ്കിൽ ജമീലുൻ എന്നാണ് പറയുക. ഹി ആയതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ ബഹുവചനമായതുകൊണ്ട് ജമീലത്തുൻ എന്ന് പറഞ്ഞു. ജമീലത്തുൻ ജിദ്ദൻ. ഹിയ ജമീലത്തുൻ ജിദ്ദൻ. ഓക്കെ. വഹാദിഹിൽ കിതാബു, വഹാദിഹിൽ കുതുബു, വഹാദിഹിൽ കുതുബു അൽ ജദീദതു അഹിയലക്. അപ്പൊ ഹാദിഹി അൽ കുതുബു, കിതാബിന്റെ ബഹുവചനമാണ് കുത്തുബ്. നമ്മളത് അയച്ചു തന്നിരുന്നു. കിതാബുൻ കുത്തുബുൻ. വഹാദിഹിൽ കുതുബു. അപ്പൊ ഹാദിഹി ആണ് ഉപയോഗിച്ചത് കിതാബിന്റെ ബഹുവചനത്തോടൊപ്പം. ഹാദിഹിൽ കുത്തുബു. അപ്പൊ ഹാദയുടെ ബഹുവചനം ഉപയോഗിക്കുന്നില്ല. ജമീലത്തിന് ജിദ്ദൻ എന്നുള്ളത് ജമീലത്തിന് ജിദ്ദുൻ എന്ന് പറയാമെന്നാണ് ഒരു ചോദ്യം. ജിദ്ദുൻ എന്ന് വാക്കില്ല കേട്ടോ. ജിദ്ദുൻ എന്ന വാക്കില്ല. ജദ്ദുൻ എന്ന വാക്കുണ്ട്. ജദ്ദുൻ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ എന്നാണ്. ജദ്ദുൻ ഗ്രാൻഡ് ഫാദർ. പക്ഷെ ജിദ്ദൻ എന്നതാണ് പ്രയോഗം. അത് ഫത്തഹ് തൻവീനായിട്ടായിരിക്കും വരിക. ഹിയ ജമീലത്തുൻ ജിദ്ദൻ. ജിദ്ദൻ എന്നാണ് എ ലോട്ട് ഓഫ് അല്ലെങ്കിൽ വെരി എന്ന അർത്ഥത്തിൽ, വളരെയധികം. വഹാദിൽ കുത്തുബുൽ ജദീദത്തു, വഹാദിഹിൽ കുത്തുബു, ഈ ഗ്രന്ഥങ്ങൾ, അൽ ജദീദത്തു. അപ്പൊ ഇവിടെ കൺസെപ്റ്റ് ഓഫ് ദ ലേണിംഗ് ഒരു കൺസെപ്റ്റ്, ഫോക്കസ് ഓഫ് ദ സബ്ജക്ട്, ലെസന്റെ ഫോക്കസ് എന്താണ്? ഹാദിഹി എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിക്കുന്നു. ഏതോടൊപ്പം? കുത്തുബ് എന്ന ബഹുവചനത്തോടൊപ്പം. അതെന്തുകൊണ്ട്? അത് ചിന്തിക്കാത്ത ഗ്രഹിക്കാത്ത വസ്തുക്കൾ ആയതുകൊണ്ട്. ആ കുത്തുബിന്റെ വിശേഷണം പറയാൻ എന്ത് ചെയ്തു? അൽ ജദീദത്തു. നമ്മൾ മുമ്പ് പറഞ്ഞു 4 കാര്യങ്ങൾ യോജിക്കണം വിശേഷണത്തിന്. വിശേഷണത്തിന് 4 കാര്യങ്ങൾ യോജിക്കണമെന്ന് പറഞ്ഞു. അപ്പോ അൽ കിതാബു എന്നുള്ളത് അൽ ഉള്ളതാണ്. അതുകൊണ്ട് അൽ ജദീദത്തു അൽ ഉള്ളതാണ്.
അൽ കുത്തുബു എന്നത് ബഹുവചനമാണ്. പക്ഷേ അൽ ജദീദത്ത് എന്നുള്ളത് ബഹുവചനമല്ല. ഇവിടെ അത് യോജിച്ചു വരേണ്ട കാര്യമില്ല. അതേപോലെ അൽ കുത്തുബു എന്നത് മസ്കുലിനാണ്. പക്ഷേ അൽ ജദീദത്തു എന്നത് സ്ത്രീലിംഗമാണ്. കാരണം എന്താ? മസ്കുലിൻ ആയ ബഹുവചനം ഗൈറു ആക്കിൽ അഥവാ ചിന്തിക്കാത്ത ഗ്രഹിക്കാത്ത വസ്തുക്കളാകുമ്പോൾ അതിനെ ഫെമിനിൻ സിംഗുലർ കൊണ്ട് വിശേഷിപ്പിക്കാം. അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ അത് വ്യത്യസ്തമായി വരും. വിശേഷണം ഏതെല്ലാം രണ്ട് കാര്യങ്ങളിൽ? വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു ബഹുവചനമായിരിക്കും, വിശേഷണം ഏകവചനമായിരിക്കും. അതൊന്ന്. രണ്ടാമത്തത്, വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തു മസ്കുലിൻ ആയിരിക്കും, അതിന്റെ വിശേഷണം എന്തായിരിക്കും? ഫെമിനിൻ ആയിരിക്കും. അപ്പോ കുത്തുബ് കിതാബ് എന്ന മസ്കുലിന്റെ ബഹുവചനമാണ്. പക്ഷേ അതിന്റെ വിശേഷണത്തിന് ജദീദത്തു എന്ന അൽ ജദീദത്തു എന്ന സ്ത്രീലിംഗമാണ്. അൽ കുത്തുബു എന്നത് ബഹുവചനമാണ്. പക്ഷേ അൽ ജദീദത്തു എന്ന ഏകവചനമാണ് അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചത്. ബാക്കി രണ്ട് കാര്യങ്ങൾ എന്താണ്? ബാക്കി രണ്ട് കാര്യങ്ങൾ അൽ കുത്തുബു അൽ ചേർന്ന് വന്നതാണ്, അൽ ജദീദത്തു അൽ ചേർന്ന് വന്നതാണ് വിശേഷണം. രണ്ടാമത്തെ സംഗതി, അൽ കുത്തുബിന്റെ അവസാനത്തിൽ ലമ്മാണ്, അതുപോലെ അൽ ജദീദത്തിന്റെ അവസാനത്തിൽ ലമ്മ. ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ പിന്നീട് യോജിച്ചു വരൂ. അഹിയ ലക്, അത് നിനക്കുള്ളതാണോ? അതാണ് ചോദ്യം. അഹിയ, അത് ആണോ? ലക്ക, നിന്റേത്. ലക്ക നിനക്ക് എന്നാണ്, ഇവിടെ നിനക്കുള്ളതാണോ അല്ലെങ്കിൽ നിന്റേതാണോ എന്നാണ്. അഹിയ ലക്. മുഹമ്മദ് മറുപടി പറയുന്നു, ല ഹിയ ലിഹാമിദിൻ. ല ഹിയ ലിഹാമിദിൻ, അല്ല, അത് ഹാമിദിനുള്ളതാണ്. അൽ മുദർരിസ് ഇവിടെ ചോദിക്കുന്നു, ഐന ദഫാത്തിറുക്കും യാ ഇഖ്വാൻ, ഐന ദഫാത്തിറുക്കും. നമ്മൾ അയച്ചു തന്നു, ദഫ്തറിന്റെ ബഹുവചനമാണ് ദഫാത്തിറു. ദഫ്തറുൻ, ദഫാത്തിറു, അതിന് ഒരു ലമ്മേ ഉള്ളൂ കേട്ടോ. ദഫാത്തിറു ഒരു ലമ്മേ ഉള്ളൂ. അപ്പൊ ഒരു ലമ്മ മാത്രമുള്ള പദങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ദഫാത്തിറു. ഐന ദഫാത്തിറുക്കും യാ ഇഖ്വാൻ. Dear brothers, where are your notebooks? നിങ്ങളുടെ നോട്ട്ബുക്കുകൾ എവിടെയാണ്? അയിന ദഫാത്തിറുക്കും യാ ഇഖ്വാൻ. ഹിയ ഹുന അല ഹാദൽ മക്തബ്. ഹിയ ഹുന, അത് ഇവിടെ തന്നെയുണ്ട്. ഹിയ ഹുന, അത് ഇവിടെ തന്നെയുണ്ട്. അല ഹാദൽ മക്തബ്, ഈ മേശപ്പുറത്ത്. അപ്പൊ അവിടെ ഹിയയാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട്? ദഫാത്തിർ ഗൈറു ആക്കിലാണ്, ചിന്തിക്കാത്ത ഗ്രഹിക്കാത്ത ബഹുവചനങ്ങളാണ്. ഹിയ ഹുനാക്ക്, ഹിയ ഹുന, ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹുന ഇവിടെ, ഹുനാക്ക അവിടെ. ഹുനയ്ക്ക് വരാം ഹാഹുന എന്നും വരും. ഖുർആനിൽ വന്നിരുന്ന ലാ ഇല ഹാഹുന വല ഇല, ലാ ഇല അല്ല, അത് വേറെ. ഹുന ഇവിടെ, ഹിയ ഹുന, അത് ഇവിടെയുണ്ട്. അല ഹാദൽ മക്തബി, ഈ മേശപ്പുറത്ത്. ഇതാണ് ഈ ഒരു ലഘു പാഠം. അതിന്റെ വിശദീകരണം, ഈ പാഠത്തിന്റെ കൺസെപ്റ്റ് വിശദീകരിക്കുന്നു. എന്താണ്? തഅമ്മൽ അൽ അംസിലത്തിൽ ആതിയ. തഅമ്മൽ അൽ അംസിലത്തിൽ ആതിയ. തഅമ്മൽ അൽ അംസിലത്തൽ ആതിയത. ആദ്യത്ത് എന്ന് പറയാൻ വരുന്നത് എന്നാണ്. ആദ്യത്ത് വരുന്നത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫോളോയിങ്. അൽ അംസിലത്ത്, എക്സാമ്പിൾസ്. തഅമ്മൽ, തിങ്ക് അബൌട്ട് ദ ഫോളോയിങ് എക്സാമ്പിൾസ്. ചുവടെ പറയുന്ന ഉദാഹരണങ്ങളെ കുറിച്ച് ചിന്തിക്കുക. എ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എ, അറബിയിൽ ഹംസ് ആണ് കൊടുക്കുക. ഹംസ്. അൽ മുഫ്രദ്, ഏകവചനം. അപ്പൊ ഏകവചനത്തിന് എന്ത് പറയും? അൽ മുഫ്രദു എന്ന് പറയും കേട്ടോ. അൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം.
അൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, അൽ ജംഅ് ബഹുവചനം. അപ്പൊ മുഫ്രദുൻ ഏകവചനം, ജംഅൻ ബഹുവചനം. ഈ ജംഅൻ ബഹുവചനം എന്നതിനാണ് നമ്മൾ ജീം ഇട്ട് പഠിക്കുന്നത്. ജീം ജംഅ് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം. അപ്പം മുഫ്രദിന്റെ ബഹുവചനം, മുഫ്രദിന്റെ ഓപ്പോസിറ്റ് ജംഅ്. അപ്പോ ഏകവചനം പറയുമ്പോൾ ഹാസ ത്വാലിബുൻ ജദീദുൻ, ഹാസ ത്വാലിബുൻ ജദീദുൻ. എന്താ അതിന്റെ പ്രത്യേകത? ഹാസ എന്നത് മസ്കുലിൻ ആണ്, പുല്ലിംഗമാണ്. ത്വാലിബുൻ എന്നത് പുല്ലിംഗമാണ്. ജദീദുൻ, ത്വാലിബിന്റെ വിശേഷണമായ ജദീദുൻ പുല്ലിംഗമാണ്. അപ്പോ ത്വാലിബ് എന്ന സ്ത്രീ പുല്ലിംഗം ഏകവചനമായിരിക്കുമ്പോൾ ഹാസ എന്ന പുല്ലിംഗം തന്നെ ഉപയോഗിക്കുന്നു, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി, ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. അതേപോലെ താലിബ് പുല്ലിംഗമായതുകൊണ്ട്, ഏകവചനമായ പുല്ലിംഗമായതുകൊണ്ട് അതിന്റെ ബഹുവചനം അല്ല, അതിന്റെ വിശേഷണം ജദീദുൻ എന്ന പുല്ലിംഗ ഏകവചനം തന്നെ ഉപയോഗിക്കുന്നു. അതേസമയം അത് ജംഅ് ആകുമ്പോഴും എന്ത് ചെയ്യുന്നു? ഹഉലാഇ ത്വാലിബുൻ, ഹഉലാഇ തുല്ലാബുൻ. അപ്പോൾ ഹാസയുടെ ബഹുവചനമായ ഹഉലാഇ ആണ് തുല്ലാബിന് ബഹുവചനമായി ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ആഖിലാണ്, ചിന്തിക്കുന്ന, ഗ്രഹിക്കുന്ന ആൾക്കാരാണ് ത്വാലിബ്. അപ്പൊ അതുകൊണ്ട് എന്ത് പറഞ്ഞു? ഹഉലാഇ ത്വാലിബുൻ, തുല്ലാബുൻ എന്ന് പറഞ്ഞു. ഇവർ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഹഉലാഇ എന്ന ഹാസയുടെ ബഹുവചനമായ പദമാണ് ഉപയോഗിച്ചത്. തുല്ലാബുൻ ജുദുദുൻ. അപ്പൊ തുല്ലാബിന്റെ വിശേഷണം പുല്ലിംഗ ബഹുവചനം ഉപയോഗിച്ചു. ജദീദിന്റെ ബഹുവചനമായ ജുദുദുൻ എന്ന വാക്ക് ഉപയോഗിച്ചു. ഹും മിൻ അംരീക്ക, ഹും മിൻ അംരീക്ക, അവർ അമേരിക്കയിൽ ഉള്ളവരാണ്. അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റിൽ ബെൽജിക്ക എന്നാണുള്ളത്, ബെൽജിയത്തിൽ നിന്നുള്ളവരാണ് അവർ. ബെൽജിക്ക എന്ന് പറയാം, ബെൽജിയം. പഴയ ടെക്സ്റ്റിൽ ബെൽജിക്ക എന്നാണുള്ളത്. ജുദുദുൻ ഹും മിൻ അംരീക്ക, അവർ അമേരിക്കയിൽ നിന്നുള്ളവരാണ്. അപ്പോ ആ തുല്ലാബ് എന്ന ആക്കിലായ അഥവാ ചിന്തിക്കുന്ന, ഗ്രഹിക്കുന്ന ആൾക്കാരെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച്, അവരെ കുറിച്ചുള്ള പ്രോനൗൺ ഉപയോഗിച്ചപ്പോൾ എന്തായി? അത് ഹും എന്ന ബഹുവചനം തന്നെയാണ് ഉപയോഗിച്ചത്. ഇനി പാർട്ട് ബി. പാർട്ട് ബിയിൽ അൽ മുഫ്രദ് ഏകവചനം എങ്ങനെയായിരിക്കും? ഹദ കിതാബുൻ ജദീദുൻ ഹുവ മിൻ അംരീക്ക. ഹദ കിതാബുൻ ജദീദുൻ, ഇത് പുതിയ പുസ്തകമാണ്. അപ്പോ ഹാദ കിതാബിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഹാദ എന്ന മസ്കുലൻ ഉപയോഗിച്ചു. കിതാബ് ഏകവചനമാണ്. കിതാബ് ഏകവചനമായപ്പോ, പുല്ലിംഗ ഏകവചനമായപ്പോ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പുല്ലിംഗമായ ഹാദ അതിനെ ഉപയോഗിച്ചു. ആ കിതാബിന്റെ വിശേഷണം പറയാൻ വേണ്ടി ജദീദുൻ എന്ന പുല്ലിംഗ വചനം തന്നെ ഉപയോഗിച്ചു. ഹുവ മിൻ അംരീക്ക, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഹാദയ്ക്ക് ബദലായി എന്ത് ചെയ്തു? ഹുവ ഉപയോഗിച്ചു. ഹാദയുടെ പകരം ഹുവ ഉപയോഗിച്ചു. അത് മിൻ അംരീക്ക, അല്ലെങ്കിൽ അവൻ, അത് മിൻ അംരീക്ക, അമേരിക്കയിൽ നിന്നുള്ളതാണ്. അതിന്റെ കിതാബിന്റെ ബഹുവചനം വന്നപ്പോഴോ അൽ ജംഅ് ഹാദിഹി കുതുബുൻ എന്ന് പറഞ്ഞു. ഹാദിഹി കുതുബുൻ, അപ്പോ ഇവ പുസ്തകങ്ങളാണ്. അപ്പോ ഹാദയുടെ ബഹുവചനമല്ല ഉപയോഗിച്ചത്, ഹാദയെ ഫെമിനിനാക്കിയാണ് ഉപയോഗിച്ചത്. ഹാദിഹി എന്ന പദമാണ് ഉപയോഗിച്ചത്, അതിന്റെ ബഹുവചനം എടുത്തില്ല. കിതാബിന്റെ ബഹുവചനം എടുത്തു, കുതുബുൻ. ആ കുതുബിന്റെ വിശേഷണം പറഞ്ഞപ്പോൾ ജദീദത്തുൻ എന്ന ഏകവചനമാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളിലേ യോജിക്കുള്ളൂ. ഗൈറു ആഖിലായ ബഹുവചനം വരുമ്പോൾ, ഗൈർ ആഖിലായ ബഹുവചനം വരുമ്പോൾ അതിന്റെ വിശേഷണം എന്തായിരിക്കും? സ്ത്രീലിംഗ ഏകവചനമായിരിക്കും. അതുകൊണ്ടാണ് ഹദിഹി കുതുബുൻ ജദീദത്തുൻ എന്ന് പറഞ്ഞത്. ഹിയ മിൻ അംരീക്ക, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് പ്രോനൗൺ ഉപയോഗിച്ചു? സ്ത്രീലിംഗമായ പ്രോനൗൺ ഉപയോഗിച്ചു. ഹിയ മിൻ അംരീക്ക, അത് അമേരിക്കയിൽ നിന്നുള്ളതാണ്. ഓക്കെ.
അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഹവ്വിലുൽ മുബ്തദഅ ഫീ കുല്ലി മിനൽ ജുമലിൽ ആതിയത്തി ഇലാ ജംഅ്. ഹവ്വിലുൽ മുബ്തദഅ ഫീ കുല്ലി മിനൽ ജുമലിൽ ആതിയത്തി ഇലാ ജംഇൻ. ഹവ്വിൽ എന്ന് പറഞ്ഞാൽ കൺവെർട്ട് ഓർ ചേഞ്ച്. അൽ മുബ്തദ എന്ന് പറഞ്ഞാൽ ബിഗിനിങ് പാർട്ട്. അൽ മുബ്തദ ബിഗിനിങ് പാർട്ട്. മുബ്തദ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എന്നർത്ഥം. ഫീ കുല്ലി മിനൽ ജുബലി, ഫീ ജുമൽ, കുല്ല് എന്ന് പറഞ്ഞാൽ ഈച്ച് വൺ, മിനൽ ജുമലി sentences al atiya following ila jam'. Change the opening part of each of the following sentences to the plural ലേക്ക് കൺവേർട്ട് ചെയ്യുക. എക്സാമ്പിൾ, മിസാൽ ഹദ ബൈത്തുൻ, هذا بيت. ബുയൂത്ത് വന്നപ്പോഴോ, ബഹുവചനം വന്നപ്പോഴോ എന്ത് പറയും? ഹദിഹി ബുയൂത്തുൻ. അപ്പൊ ഇത് നിങ്ങൾ പല പ്രാവശ്യം വായിച്ച് ശീലിക്കുക, കേട്ട് ശീലിക്കുക. റീഡ് മോർ ലിസൺ മോർ എന്നാണ്. ഏത് ലാംഗ്വേജ് പഠിക്കുന്നതിനും റീഡ് മോർ, ലിസൺ മോർ, സ്പീക്ക് മോർ. ഇഫ് യു ക്യാൻ സ്പീക്ക് മോർ. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ 3 വയസ്സുള്ള കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നു, ഒരു ഗ്രാമറും അറിയില്ല ആ കുട്ടിക്ക്. എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്, ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കും, ഗ്രാമർ അനുസരിച്ച് തന്നെ സംസാരിക്കും. പക്ഷേ ഗ്രാമർ എന്താണ് എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് അറിയണമെന്നില്ല. പാസ്റ്റ് ടെൻസ് ആണോ ഫ്യൂച്ചർ ടെൻസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ, അതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ കുട്ടിക്ക് അറിയില്ല. മറിച്ച് ആ കുട്ടി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ആ കുട്ടി കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുമായി ഇടപഴകുന്നു. മദർ ടങ് ഇംഗ്ലീഷായ കുട്ടിയല്ല, മാതൃഭാഷ ഇംഗ്ലീഷായ കുട്ടിയല്ല. മാതൃഭാഷ മലയാളമായ കുട്ടിയാണ്. കുട്ടിയുടെ വീട്ടിലൊക്കെ മലയാളമാണ് സംസാരിക്കുന്നത്, കുട്ടിയുടെ വീട്ടിൽ മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷേ കുട്ടി കളിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഇംഗ്ലീഷാണ് കളിക്കാൻ പോകുന്ന കുട്ടികൾ സംസാരിക്കുന്നത്, കളിക്കൂട്ടുകാർ. അങ്ങനെ അത് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കേൾക്കുന്നു, കൂടുതൽ സംസാരിക്കുന്നു. അതിന് കളിക്കേണ്ടി വരുമ്പോൾ, അതായത് കളിക്കൽ അനിവാര്യമായി വരുന്നത് കൊണ്ട് ഒറ്റപ്പെടൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കൂട്ടുകാരുമായി കൂടേണ്ട അനിവാര്യമായി വരുമ്പോൾ കൂട്ടുകാരുമായി കൂടുന്നു, സംസാരിച്ചു പഠിക്കുന്നു. അപ്പൊ അതേപോലെ റീഡ് മോർ, ലിസൺ മോർ, ടോക്ക് മോർ. ഹദ ബൈത്തുൻ ഹദിഹി ബുയൂത്തുൻ, ഹദ നജ്മുൻ ഹദിഹി നുജൂമുൻ, ഹദ നജ്മുൻ ഹദിഹി നുജൂമുൻ, ഹദ ദർസുൻ ഹദിഹി ദുറൂസുൻ, ഹദ ഖലമുൻ ഹദിഹി അഖ്ലാമുൻ, ഹദ ബാബുൻ ഹദിഹി അബ്വാബുൻ, ഹദ നഹ്റുൻ ഹദിഹി അൻഹാറുൻ, ഹദ ജബലുൻ هذه جبال، هذا كلب هذه كلاب، هذا بحر هذه بحار، هذا كتاب هذه كتب، هذا حمار هذه حمر. حمار كذا، هذا بهجن حمر. هذا سرير هذه سرر، هذا دفتر هذه دفاتر، هذا مكتب هذه مكاتب، هذا فندق هذه فنادق، هذا فندق هذه فنادق. അത് കഴിഞ്ഞിട്ട് 15-ാമത്തത് هذه ساعة، هذه ساعة. هذه ساعة، لا هذه ساعة
ഹാദിഹി സആത്തുൻ. അപ്പൊ ഇവിടെ സആത്തുൻ എന്നത് എന്താണ്? സ്ത്രീലിംഗമാണ്. അതുകൊണ്ടാണ് ഹാദിഹി ഉപയോഗിച്ചത്. അതിന്റെ ബഹുവചനം വരുമ്പോൾ ഹാദിഹി സആത്തുൻ എന്ന് തന്നെയാണ് പറയുക. ഹാദിഹി സആത്തുൻ. അപ്പൊ അത് സ്ത്രീലിംഗ ബഹുവചനമാണ്. അതുകൊണ്ട് ഹാദിഹി തന്നെ ഉപയോഗിച്ചാൽ മതി. ഹാദിഹി സആത്തുൻ. അതേപോലെ ഹാദിഹി സയ്യാറത്തുൻ, ഹാദിഹി സയ്യാറാത്തുൻ. അവിടെ വ്യത്യാസമില്ല, ബഹുവചനമാണ്. ഹാദിഹി തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീലിംഗ ഏകവചനമാണ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഹാദിഹി ത്വാഇറത്തുൻ, സയ്യാറത്തുൻ കാറ്, സയ്യാറാത്തുൻ അതിന്റെ ബഹുവചനം. ഹാദിഹി ത്വാഇറത്തുൻ, ഇത് എയ്റോപ്ലെയിൻ ആണ്. ഹാദിഹി ത്വാഇറാത്തുൻ, ഹാദിഹി ത്വാഇറാത്തുൻ, ഇത് എയ്റോപ്ലെയിൻസ് ആണ്. ذلك نجم، ذلك نجم. അതിന്റെ ബഹുവചനം എന്തായിരിക്കും വരിക? തിൽക നുജൂമുൻ. ذلك نجم തിൽക നുജൂമുൻ. നേരത്തെ പറഞ്ഞതുപോലെ ذلك നജ്മുൻ, അത് നക്ഷത്രമാണ്. അതിന്റെ ബഹുവചനം വരുമ്പോൾ ذلكക്ക് വേറെ എന്ത് ചെയ്യുന്നു? തിൽക ഉപയോഗിക്കുന്നു. നജ്മിന്റെ ബഹുവചനം നുജൂമുൻ. തിൽക നുജൂമുൻ, അത് നക്ഷത്രങ്ങളാണ്. തിൽക സയ്യാറത്തുൻ, തിൽക സയ്യാറത്തുൻ, തിൽക സയ്യാറാത്തുൻ. തിൽക സയ്യാറത്തിന് എന്ന് ഏകവചനം വരുമ്പോൾ അതിന്റെ സ്ത്രീലിംഗ പദമാണ് സയ്യാറത്തിന്. അതുകൊണ്ട് തിൽക തന്നെ ഉപയോഗിക്കണം. അതിന്റെ ബഹുവചനം വരുമ്പോഴോ അപ്പോഴും തിൽക തന്നെ ഉപയോഗിക്കാം. തിൽക സയ്യാറാത്തുൻ, സയ്യാറത്തിന്റെ ബഹുവചനം സയ്യാറാത്തുൻ. അപ്പൊ രണ്ട് സംഗതി ഇവിടെ ഈ ഭാഗത്ത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഒന്നെന്താണ്? ഒന്ന് ഏകവചനവും ബഹുവചനവുമാണ്. നജ്മുൻ, നുജൂമുൻ, ദർസുൻ, ദുറൂസുൻ, കലമുൻ, അഖലാമുൻ, ബാബുൻ, അബുവാബുൻ, നെഹ്റുൻ, അൻഹാറുൻ. ഇത് പറഞ്ഞ് ശരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന് ശേഷം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാനും പറഞ്ഞു. ജബലുൻ, ജിബാലുൻ, കൽബുൻ, കിലാബുൻ, ബഹ്റുൻ, ഇഹാറുൻ, കിതാബുൻ, കുത്തുബുൻ, ഹിമാറുൻ, ഹുമറുൻ, സരീറുൻ, സുറുറുൻ. സരീറുൻ എന്നാണ് കേട്ടോ. യാന് സുക്കുൻ വേണ്ട. അവിടെ ടെക്സ്റ്റില് സുക്കുൻ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി വയ്ക്കുക. പതിനൊന്നാമത്തത് സരീറുൻ, സുറുറുൻ, ദഫ്തറുൻ, ദഫാതിറു. അവിടെ ബഹുവചനത്തില് ഒരു ലമ്മേ ഉള്ളൂ, ദഫാതിറു. അതേപോലെ മക്തബുൻ, മകാതിബു, മക്തബുൻ, മകാതിബു. ഫുന്ദുഖുൻ, ഫനാദിഖു, സാഅത്തുൻ, ഫുന്ദുഖുൻ, ഫനാദിഖു. ഇവിടെ മൂന്നെണ്ണത്തില് ഒരു ലമ്മേ ഉള്ളൂ. ദഫ്തറുൻ, ദഫാതിറു, മക്തബുൻ, മകാതിബു, ഫുന്ദുഖുൻ, ഫനാദിഖു. ഒരു ലമ്മേ ഉള്ളൂ. പിന്നെ സാഅത്തുൻ, സാഅത്തുൻ എന്നത് എങ്ങനെ അറിയാം ബഹുവചനമാണെന്ന്? സാഅത്തുൻ സ്ത്രീലിംഗത്തിന്റെ തായിൽ അവസാനിക്കുന്ന പദങ്ങൾക്ക് ആ നാമങ്ങളെ ആ താ മാറ്റിയിട്ട് ഇങ്ങനെയുള്ള കെട്ടുള്ള താ മാറ്റിയതിനു ശേഷം ആത്തുൻ അലിഫും ഓപ്പൺ തായും ചേർത്താൽ ബഹുവചനമായി. സാഅത്തുൻ, സാഅത്തുൻ. മുസ്ലിമത്തുൻ, മുസ്ലിമാത്തുൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സയ്യാറത്തുൻ, സയ്യാറാത്തുൻ. ത്വാഇറത്തുൻ, ത്വാഇറാത്തുൻ. ഇത്രയും സംഗതി. പിന്നെ നജ്മുൻ, ذلك നജ്മുൻ, തിൽക നുജൂമുൻ. തിൽക സയ്യാറത്തുൻ, തിൽക സയ്യാറാത്തുൻ. അതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി എന്താണ്? ഏകവചനത്തിന്റെ ബഹുവചനം പഠിക്കുക എന്നാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി ഇവിടെ ഹാദായ്ക്ക് പകരം ഹാദിഹി ഉപയോഗിക്കുക എന്നാണ്. ബഹുവചനം വരുമ്പോൾ ഹാദിഹി നുജൂമുൻ, ഹാദിഹി ദുറൂസുൻ, ഹാദിഹി അഖ്ലാമുൻ, ഹാദിഹി അബ്വാബുൻ, ഹാദിഹി അൻഹാറുൻ, ഹാദിഹി ജിബാലുൻ, ഹാദിഹി കിലാബുൻ, ഹാദിഹി ബിഹാറുൻ, ഹാദിഹി കുതുബുൻ, ഹാദിഹി ഹുമറുൻ, ഹാദിഹി സുറുറുൻ, ഹാദിഹി ദഫാതിറു, ഹാദിഹി മകാതിബു, ഹാദിഹി ഫനാദിഖു, ഹാദിഹി സആത്തുൻ, ഹാദിഹി സയ്യാറാത്തുൻ, ഹാദിഹി ത്വാഇറാത്തുൻ. ഇവിടെ ദാലിക്കയാണ്. അതിന് പകരം തിൽക നുജൂമുൻ, തിൽക സയ്യാറാത്തുൻ. Okay. Next, exercise number 3.
അഷിർ ഇലൽ അസ്മാഇൽ ആതിയത്തി ബിസ്മി ഇഷാറത്തിൻ മുനാസബിൻ ലിൽ ഖരീബ്. അടുത്തുള്ളതിന് പറയുന്ന ഇൻഡിക്കേറ്റീവ് പ്രോനൗൺ ഇസ്മുൽ ഇഷാറ ഇൻഡിക്കേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് ചൂണ്ടി പറയുക. അഷിർ ഇലൽ അസ്മാഇൽ ആതിയത്തി ബിസ്മിൽ ഇഷാറത്തി. അപ്പൊ ഇസ്മുൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ഹാദാ ഹാദിഹി ഹഉലാ, ഇതാണ് ഇസ്മുൽ ഇഷാറ എന്ന് പറയുന്നത്. ദാലിക തിൽക ഒക്കെ വരും. ദാലിക തിൽക, ഹാദാ ഹഉലാഇ, ദാലിക തിൽക, ഹാദാ ഹാദിഹി, ഹാദാ ഹാദിഹി ഹഉലാഇ. അതേപോലെ ദാലിക തിൽക ഉലായിക, ഇതെല്ലാം ഇസ്മുൽ ഇഷാറയാണ്, അസ്മാഉൽ ഇഷാറ. ഓക്കെ. അഷിർ ഇലൽ അസ്മാഇൽ ആതിയത്തി ബിസ്മി ഇഷാറത്തുൽ മുനാസബിൻ, യോജിച്ച ഇൻഡിക്കേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ച് പറയുക. അപ്പൊ എന്താ പറയേണ്ടത്? ഹാദാ, ഹാദായും ഹഉലായി, ഹാദാ ഹാദിഹി ഹഉലായി, മൂന്നിലൊന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ റജുലുൻ എന്ത് ഉപയോഗിക്കണം? അറിയാം നമുക്ക്, മാസ്കുലിനാണ്, പുല്ലിംഗമാണ്, ഏകവചനമാണ്. പുല്ലിംഗ ഏകവചനം ഹാദാ റജുലുൻ. രണ്ടാമത്തത് റിജാലുൻ. റിജാൽ വരുമ്പോൾ ഹാദിഹി ആണോ ഉപയോഗിക്കേണ്ടത്, ഹഉലായി ആണോ ഉപയോഗിക്കേണ്ടത്? ഹഉലായി ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം അതെന്താണ്? ചിന്തിക്കുന്ന, ഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ ഹഉലായി റിജാലുൻ, ഹഉലായി റിജാലുൻ. 3 കൽബാണ്. അപ്പൊ കൽബിന് എന്ത് ചെയ്യണം? ഹാദിഹി അല്ല, ഹാദാ കൽബുൻ, ഹാദാ കൽബുൻ. കൽബ് എന്ന് പറയുന്നത് നായയാണ്, പുല്ലിംഗമാണ് കേട്ടോ. ഹാദാ കൽബുൻ. ഹാദിഹി കിലാബുൻ. കാരണം എന്താ? അത് ഗൈറു ആക്കിലാണ്, ഗ്രഹിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് ഗൈറു ആക്കിലായതുകൊണ്ട് ഹാദിഹി കിലാബുൻ. അടുത്ത ദുറൂസ്. ഹാദിഹി ദുറൂസുൻ. ചിന്തിക്കാത്ത, ഗ്രഹിക്കാത്ത ബഹുവചനങ്ങളായതുകൊണ്ട് ഹാദിഹി ഉപയോഗിക്കണം. അതേപോലെ ഹാദാ മുദർരിസൂന, അല്ല ഹഉലാഇ മുദർരിസൂന, ഹഉലാഇ മുദർരിസൂന. കാരണം എന്താണ്? മുദർരിസൂന ബഹുവചനമാണ്, അതേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹഉലാഇ ആണ് ഉപയോഗിക്കുന്നത്. ഹഉലാഇ മുദർരിസൂന. ഏഴെന്താണ്? അഖവാത്തി എന്നാണ്. അഖവാത്തി, മൈ സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരിമാർ. അപ്പൊ എൻ്റെ സഹോദരിമാർ ചിന്തിക്കുന്നതാണോ ചിന്തിക്കാത്തതാണോ? ചിന്തിക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹഉലാഇ ഉപയോഗിക്കണം. ഹഉലാഇ അഖവാത്തി. ഹാദിഹിക്കും ഹാദായിക്കും ബഹുവചനം ഒന്നേ ഉള്ളൂ, ഹഉലാഇ. അത് പുല്ലിംഗമായിരുന്നാലും സ്ത്രീലിംഗമായിരുന്നാലും ഹഉലാഇ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോ ഹഉലാഇ അഖവാത്തി. ഹഉലാഇ അഖവാത്തി. അക്ലാമുൻ. അക്ലാമുൻ വരുമ്പോ എന്ത് ചേർക്കണം? ചിന്തിക്കുന്നതാണോ? അക്ലാം ചിന്തിക്കുന്നതാണോ ചിന്തിക്കാത്തതാണോ? ചിന്തിക്കാത്തതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഹാദിഹി ചേർക്കണം. ഹാദിഹി അക്ലാമുൻ. അതേപോലെ ഹാദിഹി കിതാബുൻ. ഇവിടെ സയ്യാറാത്തുൻ സ്ത്രീലിംഗം തന്നെയാണ്, അതുകൊണ്ട് ഒന്നും ചിന്തിക്കാനില്ല. ഹാദിഹി സയ്യാറാത്തുൻ. ഹാദിഹി സയ്യാറത്തുൻ ഏകവചനമാണെങ്കിലും സയ്യാറത്തുൻ ആണ്. ഹാദിഹി സയ്യാറത്തുൻ. നിങ്ങളുടെ മൈക്രോഫോൺ ഓൺ ചെയ്ത് തരാം. നിങ്ങൾക്ക് ചോദിക്കാൻ ലാസ്റ്റിൽ അവസരം തരും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കുകയും ചെയ്യാം. പ്ലൂറൽ ലിസ്റ്റ് അയച്ചു തന്നു എന്ന് പറഞ്ഞത് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. വാട്സപ്പ് കഴിഞ്ഞ ക്ലാസ്സിന് ശേഷം വാട്സപ്പിൽ അയച്ചു തന്നു. ഇൻഷാ അല്ലാഹ് അത് അയച്ചു തന്നിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടെ അയച്ചു തരാം. ഇനി നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി അയച്ചു തരാം. അതല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ അത് ഉണ്ട്. 93-ാമത്തെ പേജിൽ ഈ ലിസ്റ്റ് ഉണ്ട്. ഇവിടെ കണ്ടോ?
നജുമുൻ നുജൂമുൻ, ദർസുൻ ദുറൂസുൻ, കലമുൻ അക്കലാമുൻ, ബാബുൻ അബുവാബുൻ, നെഹ്റുൻ അൻഹാറുൻ. ഈ ഭാഗത്ത് ബഹുവചനം ഉണ്ട്. ഓക്കെ. കിതാബ് വരുമ്പോൾ ഹാദാ കിതാബുൻ കേട്ടോ, ഹാദാ കിതാബുനാണ്. ഹാദിഹി അഖ്ലാമുൻ ഹാദാ കിതാബുൻ പറഞ്ഞ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തിരുത്ത്. കാരണം കിതാബ് എന്താണ്, എവിടെ ഏകവചനമാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഹാദയാണ് വരേണ്ടത്. ഹാദാ കിതാബുൻ. ഹാദിഹി സയ്യാറാത്തുൻ സ്ത്രീ ബഹുവചനമാണ്, പക്ഷേ സ്ത്രീലിംഗമായതുകൊണ്ട് അവിടെ എന്ത് ചെയ്താൽ മതി, ഹാദിഹി ഉപയോഗിച്ചാൽ മതി. ഈ സയ്യാറത്തിന് ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും ഹാദിഹി തന്നെ ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് വ്യത്യാസമില്ല. ഹാദിഹി സയ്യാറത്തുൻ. ഹിമാറുൻ കഴുത ഏകവചനമാണ്, അത് പുല്ലിംഗമാണ്. ഹാദാ ഹിമാറുൻ. അതേസമയം കുത്തുബ് വരുമ്പോൾ ബഹുവചനമാണ്, പക്ഷേ ചിന്തിക്കാത്തതായതുകൊണ്ട് ഹാദിഹിയാണ് ഉപയോഗിക്കേണ്ടത്. ഹാദിഹി കുത്തുബുൻ. ഹിമാർ വരുമ്പോൾ ചിന്തിക്കാത്തതാണ്, അതുകൊണ്ട് ഹാദിഹി ഹുമുറുൻ. ഹുമുറുൻ വരുമ്പോൾ ഹുമുറുൻ ബഹുവചനമാണ്, ഹാദിഹി ആണ് ഉപയോഗിക്കുന്നത്. ഹാദിഹി ഹുമുറുൻ. അതേപോലെ ഐനുൻ. ഐനുൻ എന്നത് സ്ത്രീലിംഗമാണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഐനുൻ. ഐനുൻ കണ്ണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ കണ്ണെന്താണ്, ജോഡിയായിട്ട് വരുന്നതാണ്. ജോഡിയായിട്ട് വരുന്നതിനെല്ലാം സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹാദിഹി ഐനുൻ. അതേപോലെ തബീബത്തിന് സ്ത്രീലിംഗമാണ്, അവിടെയും ഹാദിഹി ചേർക്കണം. ഹാദിഹി തബീബത്തുൻ. ബഹുവചനം വരുമ്പോൾ ഉലായി തബീബാത്തുൻ. കാരണം എന്താണ്, തബീബാത്ത് ചിന്തിക്കുന്നതാണ്, അതുകൊണ്ടാണ് അവർ തബീബാത്ത് ആയത്. തബീബത്ത് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, തബീബാത്ത് ഡോക്ടേഴ്സ്. ഉലായി തബീബാത്തുൻ. ഹാദിഹി തബീബത്തുൻ എന്ന് ഉപയോഗിച്ചു, കാരണം സ്ത്രീലിംഗമായതുകൊണ്ട്. ആ സ്ത്രീലിംഗത്തിന്റെ ബഹുവചനം ഉലായി തന്നെയാണ്. അവിടെ ഉലായി തബീബാത്തുൻ. 4 അഷിർ ഇലൽ അസ്മാഇൽ ആതിയത്തി ബിസ്മി ഇഷാറത്തിൻ മുനാസബിൻ ലിൽ ബഈദ് ദാലിക തിൽക ഉലൈക. ദാലിക തിൽക ഉലൈക ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ചൂണ്ടി പറയുക. ദാലിക തിൽക ഉലൈക ഉപയോഗിച്ചുകൊണ്ട് ചൂണ്ടി പറയുക. താലിബുൻ. ദാലിക താലിബുൻ. തുല്ലാബുൻ ബഹുവചനമാണ്, പക്ഷേ അത് പുല്ലിംഗമാണ്, ഗ്രഹിക്കുന്നവയാണ്. അതുകൊണ്ട് എന്തുപയോഗിക്കണം, ഉലായിക്ക ഉപയോഗിക്കണം. ഉലായിക്ക തുല്ലാബുൻ. ദാലിക നജ്മുൻ. തിൽക നുജൂമുൻ. തിൽക നുജൂമുൻ. തിൽക ബിന്തുൻ. അത് പെൺകുട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, തിൽക ഉപയോഗിക്കണം. തിൽക ബിന്തുൻ. ബനാത്തുൻ. ഉലായിക്ക ബനാത്തുൻ. കാരണം അത് ചിന്തിക്കുന്നവരാണ് ബനാത്ത്. ഉലായിക്ക ബനാത്തുൻ. ദർറാജത്തുൻ കൂടെ എന്ത് ചേർക്കണം, തിൽക ഉപയോഗിക്കണം. തിൽക ദർറാജത്തുൻ. അതേപോലെ തിൽക ദർറാജാത്തുൻ. അത് ചിന്തിക്കാത്തതായത് കൊണ്ട് സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചാൽ മതി. തിൽക ദർറാജാത്തുൻ. അതേപോലെ ദാലിക സരീറുൻ. ദാലിക സരീറുൻ. സുറുറുൻ വന്നപ്പോ എന്ത് ചേർക്കണം, തിൽക സുറുറുൻ. സുറുറുൻ. ഖുർആനിൽ എന്ത് ഉപയോഗിച്ചു, സുറുറുൻ മർഫൂഅത്തുൻ. സുറുറുൻ മർഫൂഅത്തുൻ, ഉയർന്ന കട്ടിലുകൾ. ജൂഹ് യൗമൈദിൻ നാഇബത്തുൻ ലിസഇഹ റാദിയത്തുൻ ഫി ജന്നത്തിൻ ആലിയത്തുൻ ലാ തസ്മഅ ഫിഹാ ലാഗിയത്തുൻ ഫിഹാ ഐനുൻ ജാരിയത്തുൻ ഫിഹാ ഐനുൻ ജാരിയത്തുൻ ഫിഹാ സുറുറുൻ മർഫൂഅത്തുൻ. സുറുറുൻ മർഫൂഅത്തുൻ. അപ്പോൾ സുറുറുൻ കട്ടിലുകൾ, അതിന്റെ വിശേഷണം എന്ന് പറഞ്ഞു, മർഫൂഅത്തുൻ എന്ന സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു. ഉയർന്നതും ഉയർത്തപ്പെട്ടത് എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, തിൽക സുറുറുൻ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാലിക തിൽക ഉലായിക ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോ തിൽക സുറുറുൻ. അതേപോലെ ദജാജത്തുൻ. ദജാജത്തുൻ പിടക്കോഴി. തിൽക ദജാജത്തുൻ. അപ്പോൾ സ്ത്രീലിംഗ ഏകവചനമാണ്, തിൽക ഉപയോഗിക്കണം. അതേപോലെ തിൽക മുദർരിസത്തുൻ. അത് സ്ത്രീലിംഗമാണ്, തിൽക ഉപയോഗിക്കണം. തിൽക മുദർരിസത്തുൻ. ബഹുവചനം വരുമ്പോൾ എന്ത് ചെയ്യണം, ഉലായിക മുദർരിസാത്തുൻ. കാരണം എന്താണ്, അത് ചിന്തിക്കുന്നവരാണ്, ഗ്രഹിക്കുന്നവരാണ്. ഉലായിക മുദർരിസാത്തുൻ. അവർ അധ്യാപികമാരാണ്.
ദാലിക ഹാജുൻ, ദാലിക ഹാജുൻ ഏകവചനമായതുകൊണ്ട് ദാലിക ഉപയോഗിച്ചു. ഉലൈക ഹുജ്ജാജുൻ, ഉലൈക ഹുജ്ജാജുൻ. കാരണം എന്താണ്? ഹാജ് എന്ന് പറഞ്ഞാൽ തീർത്ഥാടകൻ, ഹുജ്ജാജുൻ തീർത്ഥാടകർ. തീർത്ഥാടകർ എന്താണ്? ചിന്തിക്കുന്നവരാണ്. ദാലിക മസ്ജിദുൻ, ദാലിക മസ്ജിദുൻ. തിൽക സയ്യാറാത്തുൻ, തിൽക സയ്യാറാത്തുൻ. അപ്പോ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. അസ്മാ ഉൽ ഇഷാറത്തിൽ ഖരീബ്, അസ്മാ ഉൽ ഇഷാറത്തിൽ ഖരീബ് അടുത്തിരിക്കുന്നവയ്ക്കുള്ള ഇസ്മുൽ ഇഷാറത്ത്. അസ്മാ എന്ന് പറഞ്ഞ ഇസ്മിന്റെ ബഹുവചനമാണ്. ചൂണ്ടി പറയേണ്ട നാമങ്ങൾ, ചൂണ്ടുവചന സർവനാമങ്ങൾ അഥവാ ഇൻഡിക്കേറ്റീവ് പ്രൊനൗൺസ്. അസ്മാ ഉൽ ഇഷാറത്തിൽ ഖരീബ് അടുത്തുള്ളതിന്. ആക്കിലാണെങ്കിൽ ഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഹാദാ ഉദാഹരണം ഹാദാ താലിബുൻ ഹഉലാഇ തുല്ലാബുൻ. അപ്പോൾ ഹാദാ ഏകവചനത്തിന് ഉപയോഗിക്കുന്നു, താലിബുൻ എന്ന ഏകവചനവും ഉപയോഗിക്കുന്നു. അത് ഗ്രഹിക്കുന്നവരാണ്, സ്റ്റുഡന്റ്. അതിന്റെ ബഹുവചനം വരുമ്പോൾ ഹഉലാഇ തുല്ലാബുൻ. അപ്പൊ ഹാദയുടെ ബഹുവചനം തന്നെ ഉപയോഗിക്കണം, തുല്ലാബുൻ എന്ന ബഹുവചനവും ഉപയോഗിക്കണം. അതേസമയം ഏകവചനമാണ് സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി ത്വാലിബത്തുൻ, ഹാദിഹി ത്വാലിബത്തുൻ എന്ന് ഉപയോഗിക്കണം, സ്ത്രീലിംഗം ഉപയോഗിക്കണം, രണ്ട് സ്ത്രീലിംഗം ഉപയോഗിക്കണം. ബഹുവചനം വരുമ്പോൾ ഹഉലാഇ ത്വാലിബാത്തുൻ, ഹഉലാഇ ത്വാലിബാത്തുൻ എന്ന ഹഉലാഇ എന്ന ബഹുവചനം ഉപയോഗിക്കണം. ഇപ്പൊ പാർട്ട് ബി ഇസ്നൈൻ കണ്ടോ, റഖം ഇസ്നൈൻ. അസ്മാ ഉൽ ഇഷാറത്തി ലിൽ ബഈദ്, ദൂരെയുള്ളതാണെങ്കിൽ, ആഖിൽ ഇത് ഗ്രഹിക്കുന്നവയാണെങ്കിൽ ദാലിക ത്വാലിബുൻ, ദാലിക ഉപയോഗിക്കണം, ത്വാലിബുൻ. അപ്പൊ ദാലിക എന്നുള്ളത് മസ്കുലിനാണ്, പുല്ലിംഗമാണ്. ത്വാലിബുൻ എന്നത് പുല്ലിംഗമാണ്. ഉലൈക തുല്ലാബുൻ. ഇപ്പോ ദാലിക്കയുടെ ബഹുവചനമാണ് ഉലൈക. അത് സ്ത്രീലിംഗമായിരുന്നാലും പുല്ലിംഗമായിരുന്നാലും ഉലൈക തന്നെ. ഇവിടെ ഉലൈ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഉലൈ തന്നെയാണ്. ഉലൈക തുല്ലാബുൻ, അവർ സ്റ്റുഡൻസ് ആണ്. തിൽക ത്വാലിബത്തുൻ, അതൊരു ഫീമെയിൽ സ്റ്റുഡന്റ് ആണ്. ഉലൈക ത്വാലിബാത്തുൻ, അവർ ഫീമെയിൽ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഉലൈക തന്നെയാണ് ഉപയോഗിക്കുക. ഇനി അസ്മാ ഉൽ ഇഷാറത്തിൽ ഖരീബി ഗൈറുൽ ആഖിൽ, ചിന്തിക്കാത്ത ഗ്രഹിക്കാത്ത വസ്തുക്കൾക്കാണെങ്കിൽ ഹദാ ബൈത്തുൻ ഹദിഹി ബുയൂത്തുൻ, ഹദാ ബൈത്തുൻ ഹദിഹി ബുയൂത്തുൻ. അപ്പോൾ ഏകവചനത്തിന്റെ കൂടെ ഏകവചനം ഉപയോഗിച്ചു. പുല്ലിംഗമാണെങ്കിൽ പുല്ലിംഗം പദം ഉപയോഗിച്ചു, ഹാദാ ബൈത്തുൻ എന്ന് ഉപയോഗിച്ചു. ഇനി അതിന്റെ ബഹുവചനം വരുമ്പോൾ ചിന്തിക്കാത്ത ഗ്രഹിക്കാത്ത വസ്തുക്കളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹാദിഹി എന്ന ഏകവചനം ഉപയോഗിച്ചാൽ മതി. സ്ത്രീലിംഗം ആയിരിക്കണം അത്. അതേപോലെ സ്ത്രീലിംഗ ഏകവചനമാണെങ്കിൽ ഹാദിഹി തന്നെ ഉപയോഗിക്കണം, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ല. ഹാദിഹി സയ്യാറത്തുൻ, അതിന്റെ ബഹുവചനം വരുമ്പോ ഹാദിഹി സയ്യാറാത്തുൻ. അപ്പൊ അവിടെ ബഹുവചനമല്ല ഉപയോഗിക്കേണ്ടത്, ഹാദയുടെ ബഹുവചനമല്ല ഉപയോഗിക്കേണ്ടത്, മറിച്ച് ഏകവചനം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെയും ഹാദിഹി തന്നെയാണ്, ഹാദിഹി സയ്യാറാത്തുൻ. അപ്പോ ഗൈറ ആഖിലിൽ അസ്മാഇൽ ഇഷാറത്തിൽ ബഈദ്, ദൂരെയുള്ളതിനാണെങ്കിൽ പാർട്ട് 4 റഖം 4 അസ്മാഉൽ ഇഷാറത്തിൽ ബഈദി ഗൈറുൽ ആഖിൽ, ചിന്തിക്കാത്ത ഗ്രഹിക്കാത്ത വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റീവ് പ്രോനൗൺ. ദാലിക ബൈത്തുൻ, ബൈത്ത് പുല്ലിംഗമാണ്. ദാലിക ബൈത്തുൻ എന്നാണ് ഏകവചനത്തിൽ പറയുക. പക്ഷേ അതിന്റെ ബഹുവചനം വന്നപ്പോൾ എന്തായി? തിൽക ബുയൂത്തുൻ എന്നായി. തിൽക ബുയൂത്തുൻ, സ്ത്രീലിംഗമാണ് ഉപയോഗിക്കേണ്ടത്. സ്ത്രീലിംഗ ഏകവചനമാണ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അതേസമയം സ്ത്രീലിംഗം തന്നെയാണെങ്കിൽ അത് സ്ത്രീലിംഗം എന്നാണ് ഉപയോഗിക്കേണ്ടത്, വേറെ മാറ്റമൊന്നും വേണ്ട. തിൽക സയ്യാറത്തുൻ, സയ്യാറത്ത് സ്ത്രീലിംഗമായതുകൊണ്ട് തിൽക എന്ന ഏകവചനമായ സ്ത്രീലിംഗ ഏകവചനം ഉപയോഗിച്ചു, തിൽക സയ്യാറത്തുൻ. ഇനി സയ്യാറത്തിന് പകരം സയ്യാറാത്തുൻ വന്നാലോ? അപ്പോഴും തിൽക തന്നെ ഉപയോഗിച്ചാൽ മതി, തിൽക സയ്യാറാത്തുൻ, അതിന്റെ ബഹുവചനം വേണ്ട. ഇതാണ് യൂണിറ്റ് 16. യൂണിറ്റ് 16നെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇവിടെ മൈക്രോഫോൺ നമ്മൾ ഓൺ ചെയ്ത് തരാൻ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുകയും ചെയ്യാം. എല്ലാവരുടെയും മൈക്ക് ഓണാണ്, നിങ്ങൾക്ക് സ്വയം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഡയറക്റ്റ് ചോദിക്കാം. സീനിയർ
സ്റ്റുഡൻസ് ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ഓൺ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇൻ ദ മീൻ ടൈം നമുക്ക് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അടുത്ത ആഴ്ച നാം ഇതുവരെ പഠിച്ചതിൻ്റെ സമ്മറി റിവിഷൻ ആയിരിക്കും. ഇതുവരെ പഠിച്ചതിൽ നിന്നും ഈ പാഠഭാഗങ്ങൾ വളരെ ലളിതമാണ് എന്ന് പഠിപ്പിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പഠിച്ചവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത കുറഞ്ഞ പദാവലികൾ കൊണ്ട് കൂടുതൽ ആശയം അല്ലെങ്കിൽ കൂടുതൽ വ്യാകരണം പഠിക്കുകയാണ്. ഇതിന്റെ 50% വ്യാകരണമാണ്, 50% ഇതിന്റെ സ്പോക്കൺ ലാംഗ്വേജ് ആണ്. വ്യാകരണവും സ്പോക്കൺ ലാംഗ്വേജും കൂടെ ചേർത്തുകൊണ്ട്, സ്പോക്കൺ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ലാംഗ്വേജാണ് ഞാൻ പറയുന്നത്. സ്പോക്കൺ ലാംഗ്വേജ് വെറും സംഭാഷണം അല്ല, രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള സംഗതിയാണ്. എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എക്സസൈസുകളാണ്. ഓരോ പാഠത്തിലെയും എക്സസൈസ് ആണ് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത്. 10ാമത്തെ ലെസൺ മുതൽ യൂണിറ്റ് 10 മുതൽ വരെയുള്ള യൂണിറ്റ് ആണ് പഠിക്കേണ്ടത്. യൂണിറ്റ് 10 മുതൽ 17 വരെയുള്ള യൂണിറ്റ് ആണ് പഠിക്കേണ്ടത്. പഠിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? യൂണിറ്റ് 10 എടുക്കുന്നു, യൂണിറ്റ് 10ലെ ന്യൂ വേർഡ്സ് നോക്കുന്നു. ഉദാഹരണമായിട്ട് യൂണിറ്റ് 10 എടുത്ത് നോക്കാം നമുക്ക്. യൂണിറ്റ് 10 9 വരെ നമ്മൾ ഫസ്റ്റ് ടെർമിനൽ എക്സാം നടത്തിയതാണ്. അപ്പോൾ യൂണിറ്റ് 10 പേജ് നമ്പർ 54. പേജ് നമ്പർ 54. പേജ് നമ്പർ 54ലാണ് ഏതുള്ളത്? യൂണിറ്റ് 10 ഉള്ളത്. അപ്പം യൂണിറ്റ് 10 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഏറ്റവും അവസാനമുള്ള ന്യൂ വേർഡ്സ് എന്താണെന്ന് നോക്കുന്നു. ചില യൂണിറ്റുകളിൽ ന്യൂ വേർഡ്സ് ഉണ്ടായിക്കണമെന്നില്ല. അപ്പോൾ ഇതിൽ ന്യൂ വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അൽ കലിമാത്തുൽ ജദീദ. അപ്പോൾ എളുപ്പം എന്താണ്? 11ാമത്തെ പാഠം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നോക്കുന്നതാണ് കേട്ടോ. 11ാമത്തെ യൂണിറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നോക്കുക. അപ്പോൾ 10ാമത്തെ യൂണിറ്റിൻ്റെ കലിമാത്തുൽ ജദീദ കിട്ടും. അൽ കലിമാത്തുൽ ജദീദ നിങ്ങൾ എടുത്ത് നോക്കിയേ. നമ്മളിപ്പോൾ പഠിച്ച പ്രയോഗത്തിലാണ് ഉള്ളത്. അൽ കലിമാത്ത് എന്താണ്? കലിമത്തിന്റെ ബഹുവചനമാണ് കലിമാത്ത്. അൽ കലിമാത്തു. പക്ഷേ അതിന്റെ വിശേഷണം എന്താണ്? അൽ ജദീദത്തു എന്ന ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. മുമ്പ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ലായിരുന്നു, ഇപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. അൽ കലിമാത്തു ബഹുവചനമാണ്, അൽ ജദീദത്തു ഏകവചനമാണ്. രണ്ട് സ്ത്രീലിംഗമായതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നും മാറ്റമില്ല. അപ്പോൾ ന്യൂ വേർഡ്സ് എന്താണ്? ന്യൂ വേർഡ്സ് ഏതൊക്കെയാണ്? ജമീലു, സൗജു അഥവാ ജമീലുൻ, സൗജുൻ, വാഹിദുൻ, ഫതൻ, മഅ, തിഫ്ലു, കുവൈത്തു, അല്ലുഗത്തു. ഇതാണ്. ഇത് മിക്കവാറും നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യല്. 10ാമത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിലുണ്ടാവും. അതിന് ഇതിനകം നിങ്ങൾ നോട്ട്സ് എഴുതിയിട്ടുണ്ടാകണം. ഇപ്പൊ ജമീലുൻ ഫ്രണ്ട്, ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടർത്ഥം. ജമീലിന്റെ മീനിങ് ചോദിച്ചാൽ രണ്ടർത്ഥം എഴുതാൻ പറയും കേട്ടോ. കാരണം എന്താണ്? ജമീൽ എന്നുള്ള ഇപ്പോൾ ഉദാഹരണം ഗൾഫിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ അറബികൾ മറ്റൊരു അറബിയെ സൂചിപ്പിക്കാൻ വേണ്ടി ജമീൽ എന്ന വാക്കാണ് പറയുക. യാ ജമീൽ, ഡിയർ ഫ്രണ്ട് എന്ന അർത്ഥത്തിൽ ജമീൽ എന്നാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതേസമയം അവർ
അനറബികളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ രണ്ട് പദം ഉപയോഗിക്കും. അനറബികളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ രണ്ട് പദം ഉപയോഗിക്കും. ഒന്നെന്താണ്? സ്വദിയക്ക് എന്നാണ്. സ്വദിയക്ക് ഫ്രണ്ട്. സ്വാദ് ദാലിയ ഖോഫ്, ഖോഫ് പുള്ളിയുള്ള ഖാഫ്. സ്വാദ് സ്വദിയക്ക്. സ്വദിയക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് എന്നാണ് ഖുറാനിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ഔ സ്വദിയക്കും എന്ന് ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഫ്രണ്ട് എന്ന അർത്ഥത്തിൽ. അപ്പൊ ആ അർത്ഥത്തിൽ ആ പ്രയോഗം നല്ല പ്രയോഗം തന്നെയാണ്. അതേ സമയം അപ്പോൾ സ്വദിയക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടാണ്, പക്ഷേ അത് അനറബികളെ ആയ നോൺ മുസ്ലിംസിനെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ പൊതുവിൽ ഉപയോഗിക്കുന്നത്. സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് കേട്ടോ. ഈ സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്, അത് നാടൻ ഭാഷയാണ്. അത് പ്രാദേശിക പ്രയോഗങ്ങൾ അതിനെ സംസാര ഭാഷയെ സ്വാധീനിക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ നിന്നിട്ടുള്ളത്, വർക്ക് ചെയ്തിട്ടുള്ളത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യയിൽ സ്വദിയക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ കോമൺ നോൺ അറബ്സിനും ഉപയോഗിക്കുന്ന വാക്കാണ് സ്വദിയക്ക്. അതേസമയം മറ്റ് ചില രാഷ്ട്രങ്ങളിൽ സ്വദിയക്ക് എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത നോൺ മുസ്ലിമായ സുഹൃത്തിനെ ഉപയോഗിക്കാൻ വേണ്ടി സ്വദിയക്ക് എന്ന് ഉപയോഗിക്കും. അതേസമയം മുസ്ലിമായ ആളെയാണ്, മുസ്ലിമായ നോൺ അറബി അല്ലാത്ത, അറബി വംശജനല്ലാത്ത ആളെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റഫീഖ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. റഫീഖ് എന്ന വാക്ക്. റഫീഖ് എന്ന വാക്ക് ഇത് ഭാഷയിൽ വന്നാൽ രണ്ടും എന്താണ്? നല്ല പ്രയോഗങ്ങൾ തന്നെയാണ്. റഫീഖ് എന്ന വാക്കും സദിയക്ക് എന്ന വാക്കും നല്ല പ്രയോഗങ്ങൾ തന്നെയാണ്. അതേപോലെ ജമീൽ എന്ന വാക്കും നല്ല പ്രയോഗം തന്നെയാണ്. അത് സ്പോക്കണിൽ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്, അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ യാഹി എന്നായിരിക്കും വിളിക്കുക. ഇത് രണ്ടും ഉപയോഗിക്കാറില്ല. കാരണം എന്താണ്? സദിയക്ക് എന്ന് പറഞ്ഞാൽ അത് ശരിയായ പ്രയോഗമല്ല, ഇസ്ലാമികപരമായി ശരിയായ പ്രയോഗമല്ല. അവരുടെ സ്വന്തം ആൾക്കാരെ ജമീൽ എന്ന് പറയുകയും മറ്റുള്ളവരെ റഫീഖോ അല്ലെങ്കിൽ സദിയക്കോ എന്ന് ഉപയോഗിക്കുകയോ ചെയ്യുക എന്നത് ഇസ്ലാമികപരമായി യോജിച്ചതല്ല. കാരണം എന്താണ്? ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, അതേപോലെ അന്നാസു സവാസിയത്തിൻ കഅസ്നാനിൽ മുഷ്ത്, എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന, ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് എന്ന നബിയോജനവും ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, സത്യവിശ്വാസികൾ സഹോദരന്മാർ തന്നെയാണ് മാത്രമാണ് എന്ന ഖുർആൻ വചനവും അടിസ്ഥാനമാക്കി. അപ്പൊ അതുകൊണ്ട് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണെങ്കിൽ സദീഖ് എന്നും റഫീഖ് എന്നും ഉപയോഗിക്കാറില്ല, യാഹി എന്നേ ഉപയോഗിക്കുള്ളൂ, സഹോദര എന്ന് അവര് ഉപയോഗിക്കുള്ളൂ. ഇന്നമലും ഇഖ്വത്തിന് എന്ന അർത്ഥം. അപ്പൊ അത് നാം പ്രത്യേകിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോ ജമീൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ജമീൽ എന്ന വേർഡിന്റെ മീനിങ് ചോദിച്ചാൽ രണ്ടർത്ഥം എഴുതാൻ പറയും. ഒന്ന് സുഹൃത്ത് എന്നാണ്, രണ്ട് ക്ലാസ്മേറ്റ് എന്നാണ്. നമ്മുടെ ടെക്സ്റ്റ് ഒരു യൂണിവേഴ്സിറ്റി ബേസ്ഡ് പുസ്തകമാണ്. അതുകൊണ്ട് അതിൽ ക്ലാസ്മേറ്റ് എന്ന അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആരെങ്കിലും ഗൾഫിലുള്ളവരാരെങ്കിലും ഇത് ഫ്രണ്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നാണ് അർത്ഥം എഴുതേണ്ടത്. സൗജ് ഇണ. വാഹിദ് ഒന്ന്, ഫത്തൻ യുവാവ്, മഅ ഒപ്പം, തിഫില് ശിശു അല്ലെങ്കിൽ കുഞ്ഞ്. കുട്ടി എന്ന് എഴുതരുത് കേട്ടോ. തിഫിൽ എന്ന് പറഞ്ഞാൽ ശിശു അല്ലെങ്കിൽ കുഞ്ഞ് എന്ന് എഴുതണം. വലതിനാണ് കുട്ടി. അൽ കുവൈത്തു കുവൈറ്റ്. അൽ ലോകത്തു ഭാഷ, ലോകത്തുൻ ഭാഷ, ലോകത്തുൻ. ചിലതിനൊക്കെ അൽ അനിവാര്യമാണ്, ചിലതിന് അൽ അനിവാര്യമില്ല. ഇപ്പൊ ജമീൽ എന്ന് അൽ വേണ്ട, ജമീലുൻ എന്ന് ഉപയോഗിക്കാം. അതേസമയം കുവൈറ്റിന് കുവൈത്ത് എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? രാഷ്ട്രത്തിന്റെ ഭാഷയാണ്, രാഷ്ട്രത്തിന്റെ പേരാണ്. അതുകൊണ്ട് അൽ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നല്ല എഴുതുക, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞതുപോലെ. അൽ ലോകത്തു എന്നതും അൽ അനിവാര്യമില്ല, ലോകത്തുൻ എന്ന് ഉപയോഗിക്കാം. അപ്പൊ പറഞ്ഞു വന്നതാണ്, നമ്മൾ ഒരു ലെസൺ എടുത്തു കഴിഞ്ഞാൽ ലെസണിൽ ആദ്യം പഠിക്കേണ്ടത് ന്യൂ വേർഡ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ലെസന്റെ തുടക്കത്തിലേക്ക് പോകണം. 10ാമത്തെ ലെസൺ തുടക്കം. ടെക്സ്റ്റ് വായിച്ചു നോക്കണം. അല്ല, ടെക്സ്റ്റിന്റെ
പാഠഭാഗം വായിച്ചു നോക്കണം. പാഠഭാഗം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. 2 ആഴ്ചയുണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി. 2 ആഴ്ച 14 ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 7ാം ദിവസം ഒരു റിവിഷൻ നടക്കും. നമ്മുടെ വെബിനാറിലൂടെ റിവിഷൻ നടക്കും. പിന്നെ 7 ദിവസം നിങ്ങൾക്ക് സ്വയം റിവൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വരുന്ന ആഴ്ച റിവിഷൻ, അതിൻ്റെ അടുത്ത വരുന്ന ആഴ്ചയാണ് പരീക്ഷ ഉണ്ടാവുക. ഇതിന് വേറെ മുന്നറിയിപ്പ് ആവശ്യമില്ല. മുന്നറിയിപ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അടുത്ത ആഴ്ച വെബിനാറിൽ റിവിഷനാണ്, അതിൻ്റെ അടുത്ത ആഴ്ച പരീക്ഷയാണ്. അപ്പോൾ ഇനി ടെക്സ്റ്റിന്റെ പാഠഭാഗം എടുക്കുക. പാഠഭാഗം എടുത്തതിന് ശേഷം നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ ലെസന്റെ കൺസെപ്റ്റ് എഴുതണം. എന്തിനാണ് ഈ 10ാമത്തെ ലെസൺ എന്താണ് പഠിപ്പിക്കുന്നത്? അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൻ അൻത അന ത്വാലിബുൻ ബിൽ ജാമിഅത്തി അൻത ത്വാലിബുൻ ജദീദുൻ നഅം അന ത്വാലിബുൻ ജദീദുൻ മിൻ ഐന അൻത അന മിനൽ ഹിന്ദി മാ സ്മുക ഇസ്മി മുഹമ്മദ് ومن هذا الفتى الذي معك هو زميلي أهو أيضا من الهند لا هو من اليابان ما اسمه اسمه حمزة ما لغتك يا محمد لغتي الأردية أهي لغة سهلة نعم هي لغة سهلة وحمزة ما لغته لغته اليابانية وهي لغة صعبة أين أبوك يا محمد أبي في الكويت هو طبيب شهير وأين أمك هي أيضا في الكويت مع أبي هي مدرسة هناك أذهبت إلى الكويت يا محمد نعم ذهبت وزميلك أين أبوه وزميلك أين أبوه أبوه في اليابان هو تاجر كبير ألك أخ يا محمد نعم لي أخ واحد اسمه أسامة وهو معي هنا في المدينة المنورة ولي أخت واحدة اسمها زينب وهي في العراق مع زوجها مهندس حامد عندك سيارة يا أخي لا ما عندي سيارة عندي دراجة حمزة عنده سيارة. ഇപ്പം എന്താണ് ഈ ലെസന്റെ കൺസെപ്റ്റ് ഇതാണ്. ബൈത്ത് എന്ന വാക്കെടുക്കുക, അല്ലെങ്കിൽ ഇസ്മ എന്ന വാക്കെടുക്കുക. ഇസ്മുഹു അവന്റെ പേര്, ഇസ്മുഹും അവരുടെ പേര്, ഇസ്മുക്ക നിന്റെ പേര്, ഇസ്മുക്കും നിങ്ങളുടെ പേര്, ഇസ്മീ എന്റെ പേര്, ഇസ്മുന ഞങ്ങളുടെ പേര്, ഇസ്മുഹ അവളുടെ പേര്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? റിലേഷൻഷിപ്പ് പറയുന്നതാണ്. ഇന്റെ ഉടെ എന്ന പൊസസീവ്നെസ് പറയുന്ന പ്രയോഗമാണ് ഈ ലെസന്റെ പാഠം. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. അതിങ്ങനെ ഓരോ ലെസൺ വായിച്ചു നോക്കിയിട്ട് ഇതെന്താണ് എന്നത്, ലെസൺ നമ്പർ 10 അതിലെന്താണ് കൺസെപ്റ്റ്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ആക്ടിവിറ്റി ചെയ്ത് നോക്കണം. അജിബാനിൽ അസ്ലത്തിലാത്തിയ മസ് മുക്ക, എന്താണ് നിന്റെ പേര്? ഉടനെ തന്നെ എഴുതി നോക്കുക. ഇസ്മി ഫാത്തിമത്തു, ഇസ്മി അബ്ദുറഹ്മാൻ, അങ്ങനെ എഴുതി നോക്കുക. من أين أنت؟ أنا من ترفاندرم. من أين أنت؟ أنا من الهند. من أين أنت؟ أنا من എറണാകുളം. എറണാകുലം ലാ ഇല്ലല്ലോ, അപ്പൊ പിന്നെ കുലം എന്നേ പറയാം. മിൻ ഐന അൻത? അന മിൻ കാലിക്കൂത്ത്. അങ്ങനെ പറഞ്ഞ് ശീലിക്കുക. മാ ലുഗത്തുക? ലുഗത്തി അൽ മലൈബാരിയത്തു, ലുഗത്തി അൽ ഹിന്ദിയത്തു, എൻ്റെ ഭാഷ ഹിന്ദിയാണ്. ആ രീതിയിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ലാഫിൽ ഫറാഖ് ഫീമാ യലി അദ്ദമീർ. ഇപ്പൊ എന്താണ്? ഇസ്മുഹു അല്ല, ഇസ്മുഹ സൈനബു ഒന്നാമത്തേത്. രണ്ടാമത്തേത് മുഹമ്മദുൻ തബീബുൻ വബിനുഹു മുഹദ്ദിസുൻ. അപ്പോ
ഇവിടെ ഇതേ രീതിയിലായിരിക്കും ചോദ്യം ഉണ്ടാകുക. അല്ലാഹ് ഫിൽ ഫറാഖി ഫിമാ യലി അദ്ദമീർ ഹു ഹ. ഹു ആണെങ്കിൽ ഹു ആണോ ഹായ് ആണോ എന്നുള്ളത് അവിടെ ചേർക്കുക. അപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യം അതിലുണ്ടാവും. അങ്ങനെ ഓരോന്നിലും പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാത്തി ഖംസത അസ്ഇല വഅജ്വിബ കൽ മിസാലിൽ ആതി. കൽ മിസാലിൽ ആതി. عندك قلم؟ نعم عندي قلم. അപ്പോ വേറൊരാൾ ചോദിക്കുക عندك كتاب؟ لا ما عندي كتاب. هاتي 5 أسئلة واجبة أو واجبة كالمثال الآتي. ആദ്യത്തെ നാം തന്നെ പറയണം, രണ്ടാമത്തെ ലാ പറയണം, ഒന്നാമത്തെ നാം പറയണം. عندك قلم؟ نعم عندي قلم. عندك كتاب؟ نعم عندي كتاب. عندك فلوس؟ പണമുണ്ടോ? ഫുലൂസ് പണം. عندك فلوس؟ نعم عندي فلوس. هات 5 أسئلة وأجوبة كالمثال الآتي. عندك قلم؟ لا ما عندي قلم. عندك فلوس؟ لا ما عندي فلوس. تأمل ما يلي بيتي بيتك بيته بيتها. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? വിരൽ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. വലത്തോട് ചൂണ്ടിയിട്ട് കിതാബുഹു അവന്റെ പുസ്തകം, കിതാബുഹും അവരുടെ പുസ്തകം, കിതാബുക്ക നിന്റെ പുസ്തകം, കിതാബുക്കും നിങ്ങളുടെ പുസ്തകം, കിതാബി എന്റെ പുസ്തകം, കിതാബുന ഞങ്ങളുടെ പുസ്തകം, കിതാബുഹ അവരുടെ പുസ്തകം. ഓക്കെ. അപ്പോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ്? ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് എന്താണ് എന്നത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി ഈ പാഠം റിവൈസ് ചെയ്ത് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട് എടുത്ത് വായിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഹെഡിങ് മനസ്സിലാവും. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. ആൻസർ ദ ഫോളോയിങ്. ആൻസർ ദ ഫോളോയിങ്. നമ്പർ 2, ള ഫിൽ ഫറാഗി ഫീമ യലി അദ്ദമീർ. ദമീർ പ്രോനൗൺ. അപ്പോൾ ള എന്ന് പറഞ്ഞാൽ വെക്കുക, പുട്ട് ഓർ ഇൻസർട്ട് എന്ന വാക്കാണ് ള. ഫിൽ ഫറാഗി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ. ള ഫിൽ ഫറാഗി ഫീമ യലി അദ്ദമീർ. ഇവിടെ ദമീർ എന്ന് പറയുമ്പോൾ പ്രോനൗൺ. അപ്പോൾ വിത്ത് എയ്തർ ഹു ഓർ ഹ, ഹു അല്ലെങ്കിൽ ഹ ചേർത്തുള്ള ലമീർ സർവനാമം അല്ലെങ്കിൽ പ്രോനൗൺ ഉപയോഗിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. fill in the blanks with suitable pronoun. Fill in the blanks with suitable pronoun, who or ha. അടുത്തത് 3, ഹാത്തി 5 അസ്ഇലത്തിൻ വ അജ്വിബത്തിൻ കൽ മിസാലിൽ ആത്തി. അപ്പോൾ ഹാത്തി 5 അസ്ഇല വ അജ്വിബ കൽ മിസാലിൽ ആത്തി. Bring or write 5 question and answers same as the example or similar to the example. അപ്പോൾ ഇവിടെ വീണ്ടും സെയിം ചോദ്യമാണ്. ഹാത്തി 5 അസ്ഇലത്തിൻ വ അജ്വിബത്തിൻ കൽ മിസാലിൽ ആത്തി. സെയിം ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് അലിഫുൽ അസ്മാ അൽ-ആതിയത്തി ഇലൽ മുതകല്ലിമി. അലിഫുൽ അസ്മാ അൽ-ആതിയത്തി ഇലൽ മുതകല്ലിമി. സംസാരിക്കുന്ന ആളോട് ചേർക്കുക. അലിഫുൽ അസ്മാ അൽ-ആതിയത്തി ഇലൽ മുതകല്ലിമി. അപ്പൊ സംസാരിക്കുന്ന ആള് എന്ത് പറയണം എന്നതാണ് ചോദ്യം. ഇപ്പൊ കലമുൻ, കലമുൻ സംസാരിക്കുന്ന ആള് എന്റെ പേന എന്ന് പറയണം. എന്ത് വേണം? കലമി. കിതാബ് കിതാബി. കൽ മിസാൽ ലാത്തി എക്സാമ്പിൾ പോലെ. യഖ്റ എന്ന് പറഞ്ഞാൽ റീഡ്. അപ്പൊ റീഡ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് മഅയുടെ പ്രയോഗം കൂടി ഈ 10ാമത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. 10ാമത്തെ ക്ലാസ്സിൽ 10ാമത്തെ യൂണിറ്റിൽ മഅയുടെ പ്രയോഗം പഠിപ്പിക്കും. എന്താണ് മഅയുടെ പ്രയോഗം പഠിക്കേണ്ടത്? മഅ എന്ന് പറഞ്ഞാൽ ഒപ്പം. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണ്? മഅയ്ക്ക് ശേഷം വരുന്നതിന് കെസ്ർ കൊടുക്കണം. മഅ ഖാലിദിൻ. നോക്കുക, ഒന്നാമത്തെ ചോദ്യം മഅ ഖാലിദിൻ. 2 മഅ അൽ മുഹന്ദിസി. 3 മഅൽ മുദീരി. 4 മഅക്ക വരുമ്പോൾ അത് ഇത് കാണൂല കേട്ടോ. മഅക്ക, കാരണം മഅക്ക എന്നുള്ളത് നിന്റെ
നിന്നോടൊപ്പം എന്നത് പുരുഷനോട് പറയും, സ്ത്രീയോട് പറയുമ്പോൾ മഅക്കി എന്നാണ് പറയുക. നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അവിടെ മഅക്ക എന്നുള്ളത് മഅയുടെ ശേഷം കെസ്ർ വരണം എന്ന് പറഞ്ഞാൽ എന്തായി പോവും? അവിടെ മഅക്ക എന്നുള്ളത് പുരുഷനോട് പറയുമ്പോൾ മഅക്ക എന്നാണ്, സ്ത്രീയോട് പറയുമ്പോഴാണ് മഅക്കി എന്ന് പറയേണ്ടത്. അപ്പോൾ അവിടെ മഅയ്ക്ക് ശേഷം വരുന്ന കെസ്ർ പ്രയോഗത്തിൽ അല്ലെങ്കിൽ എന്തില്ല, പ്രാക്ടിക്കലി കാണില്ല. യാ അലിയു. അതേപോലെ മഅയിലും കാണുകയില്ല. മഅി, മഅക, മഅി, പിന്നെ അതേപോലെ സർവനാമങ്ങളോടൊപ്പം ചേർന്ന് വരുമ്പോൾ മഅയിൽ അത് കാണില്ല. മഅയ്ക്ക് ശേഷം കെസ്ർ കാണാൻ പറ്റില്ല. സമീലി, ആമിനത്തു മഅഹ സൗജുഹ. അപ്പൊ മഅഹയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. പിന്നെ ഖറജ അബി മിനൽ ബൈത്തി മൻ ഖറജ മഅഹു, മഅഹുവിനോടൊപ്പം മഅയുടെ കൂടെ സർവനാമം വന്നാൽ അത് കാണാൻ പറ്റില്ല. അപ്പൊ നേരത്തെ നമ്മൾ ബൈത്തുഹു പഠിച്ചതുപോലെ തന്നെ മഅയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. മഅഹു അവനോടൊപ്പം, മഅഹും അവരോടൊപ്പം, മഅക നിന്നോടൊപ്പം, മഅക്കും നിങ്ങളോടൊപ്പം, മഅി എന്നോടൊപ്പം, മഅന ഞങ്ങളോടൊപ്പം, മഅഹ അവരോടൊപ്പം. അപ്പൊ അത് ഈ ലെസന്റെ കൺസെപ്റ്റിലുള്ളതാണ്. ഓക്കെ. ഇഖ്റഅൽ അസ്മാഅൽ ആതിയ വദ്ബിത് അവാഖിറിഹ. അപ്പോ യദ്ബിത് അവാഖിർ യദ്ബിത്തിൽ അൽഫാദിൽ ആതിയ, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് ഇഖ്റഅൽ അസ്മാഅൽ ആതിയ, അത് റീഡ് ദ ഫോളോയിങ് വദ്ബിത് അവാഖിറിഹ. ദെൻ അതിന് അവസാനത്തിന് ഹർക്കത്ത് കൊടുക്കുക. അതാണ് യദ്ബിത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവാഖിറിഹ അതിന്റെ അന്ത്യങ്ങൾ. അപ്പോൾ അവസാനം എന്ത് വരും? ഖാലിദുൻ, ഹംസത്തുൻ, അമ്മാറുൻ, അനസുൻ, മുആവിയത്തു, ഹാമിദുൻ, ഉസാമത്തു, ഇക്രിമത്തു. അപ്പൊ ഇവിടെ ഹംസത്തുനല്ല കേട്ടോ, ഹംസത്തു, അമ്മാറുൻ, അനസുൻ, മുആവിയത്തു, ഹാമിദുൻ, ഉസാമത്തു, ഇക്രിമത്തു, അതിനൊക്കെ ഒരു ലമ്മേ ഉള്ളൂ. അബ്ബാസിന് 2 ലമ്മുണ്ട്, മുഹമ്മദിന് 2 ലമ്മുണ്ട്, തൽഹത്തിന് 2 ലമ്മുണ്ട്, ഹംസത്തിന് ഒരു ലമ്മേ ഉള്ളൂ, മുആവിയത്തിന് ഒരു ലമ്മേ ഉള്ളൂ, ഉസാമത്തിന് ഒരു ലമ്മേ ഉള്ളൂ, ഇക്രിമത്തിന് ഒരു ലമ്മേ ഉള്ളൂ. ഇതാണ് ലെസൺ 10ന്റെ കൺസെപ്റ്റ്. എന്തെങ്കിലും ഈ രീതിയിൽ എന്ത് ചെയ്യുക? നിങ്ങൾ റിവൈസ് ചെയ്തുക പാഠം. ആദ്യം പാഠത്തിന്റെ ടെക്സ്റ്റ് വായിക്കുക, പാഠത്തിന്റെ പാഠഭാഗം വായിക്കുക. എന്നിട്ട് ലെസൺ എന്താണ് അതിൽ പഠിപ്പിക്കുന്ന ലെസൺ പ്രധാന പോയിന്റ് നോക്കുക. ഗ്രാമർ, ഓരോ പാഠത്തിലെയും ഗ്രാമർ എന്താണെന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? അതിൽ എക്സസൈസ് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ 10ാമത്തെ പാഠം വായിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി 10ാമത്തെ പാഠം റിവൈസ് ചെയ്യുന്നതല്ല. അടുത്ത ക്ലാസ് വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ 10 മുതൽ 16 വരെയുള്ള അല്ലെങ്കിൽ 17 വരെയുള്ള, ഇന്ന് പഠിച്ചത് നമ്മൾ 17ാമത്തെ ലെസൺ, 17 വരെയുള്ള ലെസന്റെ കൺസെപ്റ്റ് എഴുതിക്കൊണ്ട് വരണം. അപ്പോൾ ഞാൻ കൺസെപ്റ്റ്, അതിന്റെ ലെസൺ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് എഴുതിക്കൊണ്ട് വരണം. എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യും? എക്സ്പ്ലെയിൻ ചെയ്തു തരും. 16ാമത്തെ ലെസനാണ് നമ്മൾ പഠിച്ചത്, യൂണിറ്റ് 16. യൂണിറ്റ് 16 വരെയുള്ളത് റിവൈസ് ചെയ്തിട്ട് അതിലെന്താണ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതെന്ന് എഴുതിക്കൊണ്ട് വരണം. 11 മുതൽ 16 വരെയുള്ള ലെസൺ അടുത്ത പ്രാവശ്യം റിവൈസ് ചെയ്യും. പ്രാക്ടീസ്. അതായത് നമ്മളിപ്പോൾ മനസ്സിലായതും മനസ്സിലാകാത്തതുമായ സംഗതികളെല്ലാം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് അനങ്ങാതിരിക്കാൻ പാടില്ല. ഓക്കെ. മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു പുറത്ത് മാപ്പി തരുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ അള്ളാഹു സ്വാലിഹുകളോടും സിദ്ദീഖുകളോടും പ്രവാചകന്മാരുമൊപ്പം സ്വർഗത്തിന്റെ ഉന്നത വിധാനങ്ങളിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും മുസ്ലിം ലോകത്തെ ഒന്നാകെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എത്രയും പെട്ടെന്ന്
അതിന് പ്രതിവിധി കണ്ടെത്താൻ അള്ളാഹു മനുഷ്യർക്ക് ബുദ്ധിയിൽ ഉദിപ്പിച്ചു കൊടുക്കട്ടെ. അതിലുമുപരി ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കടന്നു കയറിക്കൊണ്ടിരിക്കുന്ന അഴിമതിയും അരാജകത്വവും അതൊരു രോഗം തന്നെയാണ്. അതേപോലെ ഒരു മാറാ വ്യാധിയായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അധാർമികത, മദ്യപാനം, മയക്കുമരുന്ന്, അതുപോലുള്ള ഇതെല്ലാം എന്താണ്? സാംക്രമിക രോഗങ്ങൾ തന്നെയാണ്. സമൂഹത്തിന്റെ പുരോഗതിയെ അല്ലെങ്കിൽ സമൂഹത്തെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുന്ന, കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളാണ് ഇത്തരം സംഗതികൾ. അതിൽ നിന്നും സമൂഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാണ്. അള്ളാഹു ജനങ്ങളെ പല രീതിയിലാണ് പരീക്ഷിക്കുന്നത്. അവരെ സാംക്രമിക രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. അതേപോലെ മദ്യം, മയക്കുമരുന്ന്, അധാർമികത, ചൂതാട്ടം മുതലായ തിന്മകൾ കൊണ്ട് പരീക്ഷിക്കും. അപ്പോൾ ഇത്തരം തിന്മകളിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ടത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഇപ്പൊ നാം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രോഗം കൊണ്ട് പലരും മരിക്കുമ്പോൾ നമ്മൾ തോന്നുന്നു ഈ രോഗത്തിന് പ്രതിവിധി കണ്ടെത്തണമെന്ന്. അധാർമികത പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രോഗത്തിന് പ്രതിവിധി കണ്ടെത്തണ്ടേ? മനുഷ്യന്മാർ എന്തുകൊണ്ട് അതിന് മെനക്കിടുന്നില്ല? അതിനും പ്രതിവിധി കണ്ടെത്തണം. മദ്യപാനം, മയക്കുമരുന്ന് ഇതെല്ലാം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അതിനും പ്രതിവിധി കണ്ടെത്തണം. കള്ളക്കടത്ത്, അതേപോലെ കരിഞ്ചന്ത, കൊള്ളിവെപ്പ്, പൂഴ്ത്തിവെപ്പ്, ഇതെല്ലാം രോഗങ്ങൾ തന്നെയാണ്. അതും രോഗങ്ങളായി നമ്മൾ മനസ്സിലാക്കണം. സാമൂഹിക രോഗങ്ങളാണ്, സാമൂഹിക തിന്മകളാണ്. സമൂഹത്തെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അഴിമതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ല. കള്ളക്കടത്തിന് ഒരാളെ പിടിച്ചാൽ 1000 പേര് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു? വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട വിഷയമല്ലേ? അപ്പൊ അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ തിന്മയിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണം തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.